എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സഫലം ഈ ജീവിതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലെ ഉദ്യോഗസ്ഥനും തൻ്റെ ഓഫീസിനെ തനതായ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വേദിയാക്കി മാറ്റുകയും ചെയ്ത ബഹുമാനപ്പെട്ട മാർട്ടിൻ സാറിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെ കൂടുതൽ ആഴത്തിൽ അറിയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊരു ശുശ്രൂഷയായിട്ട് നമ്മുടെ ഉപജീവന മാർഗത്തെ തന്നെ ഒരു ശുശ്രൂഷയാക്കി മാറ്റി അവിടെ തന്നെ ഒരു കുടുംബാന്തരീക്ഷം സഹപ്രവർത്തകരുമായിട്ട് ചേർന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഔദ്യോഗിക മേഖലയിൽ ഒന്നും അസാധ്യമല്ല. സാറ് 2006 സർവീസിൽ നിന്ന് വിരമിക്കുന്നു. അതിനുശേഷം സാർ കൂടുതലും ആത്മീയ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സർവീസിലായിരിക്കുമ്പോൾ തന്നെ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മകളിലൂടെ ചില പ്രവർത്തനങ്ങൾ സാർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ മേഖലയിലുള്ള സാറിൻ്റെ പ്രവർത്തനങ്ങൾ? 1995 ഈ ഡിവൈൻ്റെ ഒരു ഔട്ട്റീച്ച് മിനിസ്ട്രിയായിട്ട് ഉദ്യോഗസ്ഥ കൂട്ടായ്മ തുടങ്ങുന്നു. അതിന് തിരുവനന്തപുരത്ത് ആരംഭം കുറിച്ചത് സിബി മാത്യു സാറാണ്. സിബി മാത്യു സാറ് ഒരു ദിവസം ആകസ്മികമായിട്ട്, അത് ഞങ്ങളുടെ ഒരു വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു, 95 ജൂൺ മാസം, ഞങ്ങൾ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഒരു ഫോൺ കോൾ വന്നു. ഞാൻ സിബി മാത്യു ആണ്, നിങ്ങളെവിടെയാണ് താമസിക്കുന്നത്, എനിക്ക് നിങ്ങളെ കാണണം. സിബി മാത്യു സാർ ആ കാലഘട്ടത്തിൽ കുറ്റാന്വേഷണ രംഗത്ത് സ്വസിദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തനായി നിൽക്കുന്ന സമയം. കരിക്കിനുള്ള കേസും ചാരക്കേസും അങ്ങനെയുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് വളരെ പ്രസിദ്ധനായിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ഭയാശങ്ക. ഒരിക്കലും ഞാൻ ബന്ധപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഉന്നത വ്യക്തി എന്നെ വിളിച്ച് കാണണമെന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്നെനിക്കൊരു ഭയപ്പാടുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സാറിനെ ഓഫീസിൽ വന്ന് കാണാം. അപ്പോൾ സാറ് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, അതല്ല, എനിക്ക് താങ്കളുടെ വീട്ടിൽ വരണം, വീട് എവിടെയാണെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ വീട് പറഞ്ഞു കൊടുത്തു. ഞാൻ വൈകുന്നേരത്ത് വരും, ഉണ്ടാകുമല്ലോ പറഞ്ഞു. ഉണ്ടാകും. വൈകുന്നേരത്ത് അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരാശയമുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഈ സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചില ഇടപെടലുകൾ നടത്തിയാൽ കൊള്ളാവുന്നുണ്ട്. അത് എനിക്ക് ഡിവൈനിൽ നിന്ന് കിട്ടിയിരിക്കുന്നൊരു മെസ്സേജാണ്. ഞാൻ മാർട്ടിനെപ്പറ്റി കുറച്ച് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്നോടത്ത് സഹകരിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ സാറെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ചെറിയ കൂട്ടായ്മ, ഇതുമായിട്ട് ബന്ധമുള്ള നവീകരണത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഒരു ചെറിയ കൂട്ടായ്മ ഒന്നുണ്ടാക്കി. പിന്നെ അത് കുറച്ചുകൂടെ ബഹുമാനപ്പെട്ട അന്നത്തെ കാട്ടുകല്ലച്ഛനും ഇന്നത്തെ ഐറേനിയസ് പിതാവും ആയ ബഹുമാനപ്പെട്ട കാട്ടുകല്ലച്ഛൻ്റെ സാന്നിധ്യത്തിൽ കുറേക്കൂടെ വിപുലമായ രീതിയിൽ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ മാറിവാന്യൂസ് കോളേജിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏതാണ്ട് 12,000 പേരുടെ സാന്നിധ്യത്തിലാണ് ആരംഭിച്ചത്. 1995 ആരംഭിച്ച കൂട്ടായ്മ അന്ന് നല്ല കരുത്തും ബലവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉള്ള കൂട്ടായ്മയ്ക്ക് ആ കരുത്തില്ല, അത്രത്തോളം അംഗസംഖ്യയില്ല, വളരെ കുറച്ച് പേരെ ഉള്ളൂ. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ അത് മുടങ്ങാതെ എല്ലാ മാസത്തിലെയും 3-ാമത്തെ ഞായറാഴ്ചകളിൽ നടക്കുന്നു. അത് കേൾക്കാൻ, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത തിരുവനന്തപുരത്തിന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. ഇന്നും നിലനിൽക്കുന്നു. ഇന്നും അതിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നു. ജീവകാരുണ്യ മേഖലയിലെ ഉദ്യോഗസ്ഥ കൂട്ടായ്മ അവരുടെ പങ്ക് കാര്യമായി പല അവസരങ്ങളിലും വഹിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇന്നും അതിൻ്റെ ഒരു ഭാഗം നിലനിൽക്കുന്നു. മെഡിക്കൽ കോളേജിൽ എല്ലാ ഞായറാഴ്ചയും 12:30 മണിയാകുമ്പോൾ ഒരു 500ഓളം പാവപ്പെട്ട രോഗികൾക്ക് ഉദ്യോഗസ്ഥ കൂട്ടായ്മ ആഹാരം വിളമ്പുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും. 2005 ആരംഭിച്ചതാണ്. പിന്നെ മദർ ലിറ്റിയുടെ മഠങ്ങളുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ചെറിയ തോതിൽ ചെറിയ സേവനങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ എല്ലാ കൊല്ലവും ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ദീർഘിക്കുന്ന ധ്യാനങ്ങൾ, 500-600 പേര് പങ്കെടുക്കുന്ന ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിച്ച്
ഉദ്യോഗസ്ഥരുടെ മേഖലയിൽ ഒരു ആത്മീയ ഉണർവുണ്ടാക്കാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ വളരെ സജീവമായ പങ്കാളിത്തം ഞാൻ 2006 വരെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പങ്കാളിത്തമുണ്ട്, സജീവത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഉച്ച ഊണിൻ്റെ സമയത്ത് പാളയത്തുള്ള മലങ്കര ബസിലിക്കായിൽ ഒത്തുകൂടി 1 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെ സഹായിക്കാനായിട്ട് അന്ന് ബഹുമാനപ്പെട്ട കാട്ടുകല്ലച്ഛൻ ഞങ്ങളോട് വന്ന് ഞങ്ങൾക്ക് സന്ദേശമൊക്കെ തരും. അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അച്ഛൻ സന്ദേശം തരാൻ തുടങ്ങിയതോടെ ധാരാളം ആൾക്കാർ ഈ ഇടദിവസങ്ങളിൽ പോലും അങ്ങനെ ഒരു ഉണർവ് ആ കാലഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ മാത്രം സിറ്റിയായ നഗരത്തിൽ, തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ ഒരു ഉണർവ് ഉണ്ടാക്കാൻ സാധിച്ചു. ഭാര്യ ഡെൽഫി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്. 2 ആൺകുട്ടികളാണ്. മൂത്ത മകൻ ടോണി, രണ്ടാമത്തെ മകൻ ജോസ്. ടോണിയും ജോസും ഒക്കെ വളർന്നത് ഏകദേശം ഞാൻ വളർന്നതുപോലെ തന്നെ. എനിക്ക് വരുമാനം ഉണ്ടായിരുന്നെങ്കിലും അത് നമുക്ക് അത്ര നന്നായിട്ട് ചിലവാക്കാൻ പറ്റിയൊരു വരുമാനമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് കുറച്ചൊരു ദാരിദ്ര്യത്തിലൊക്കെയാണ് തന്നെ വളർന്നത്. പക്ഷേ കുട്ടികൾ അതുമായിട്ട് നന്നായിട്ട് സഹകരിച്ചിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഒരു ഉടുപ്പിന് വേണ്ടിയോ ബുക്കിന് വേണ്ടിയോ ഒന്നും ഒരു ശാഠ്യം കുട്ടികൾ കാണിച്ചിട്ടില്ല. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നൊരു മനോഭാവമായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വേദപാഠത്തിനൊക്കെ ക്രമമായിട്ട് പോകുമായിരുന്നു. 2 പേരും പോകുമായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് യാതൊരു വൈഷമ്യങ്ങളും ഉണ്ടായില്ല. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു അനുഭവമുണ്ട്. എൻ്റെ മകൻ ഈ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പഠിക്കുന്ന മൂത്ത മകൻ പഠിക്കുന്ന കാലത്ത് അവന് എന്നോടൊരു കമ്പ്യൂട്ടർ ആവശ്യപ്പെട്ടു പഠിക്കാനായിട്ട്. അന്ന് എനിക്ക് അതിനുള്ള ഒരു ധനസ്ഥിതിയൊന്നുമില്ല. ഞങ്ങളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നൊരു ലോൺ എടുത്തു. 30,000 രൂപയാണ് അന്ന് കമ്പ്യൂട്ടറിന് വില. 30,000 രൂപ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. കമ്പ്യൂട്ടർ വാങ്ങാനായിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കണം, അതിനാർക്കെങ്കിലുമൊക്കെ 500 രൂപ വെച്ച് സ്പോൺസർ ചെയ്യാമെങ്കിൽ ഇവിടുത്തെ പല കുട്ടികളുടെയും വിദ്യാഭ്യാസ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നൊരു അറിയിപ്പ് തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, നമ്മുടെ കൊച്ചുങ്ങളൊക്കെ പഠിക്കുന്നു, ബാക്കിയുള്ള കൊച്ചുങ്ങളും പഠിച്ചോട്ടെ എന്നും പറഞ്ഞ് ഈ 3000-ൽ നിന്ന് 500 രൂപ എടുത്ത് അച്ഛന് കൊടുത്തു. 29,500 രൂപ കൊടുത്ത കമ്പ്യൂട്ടർ കിട്ടുന്ന 30,000 രൂപയും കൊടുക്കണം. പിന്നെ ഞാൻ 500 രൂപ ഇവിടുന്ന് കടമൊക്കെ വാങ്ങിച്ച് കമ്പ്യൂട്ടർ വാങ്ങിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, പപ്പ എനിക്കൊരു മൾട്ടിമീഡിയ കിറ്റ് വേണം. എനിക്ക് എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല, അന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അവനോട് ആദ്യം ചോദിച്ചാൽ എന്താ വില. അപ്പോൾ അവനോട് വലിയൊരു തുക 10,000 രൂപ എന്നാണ് പറഞ്ഞത്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, മൾട്ടിമീഡിയ കിറ്റും വേണ്ട, ഒന്നും വേണ്ട, നിനക്ക് ഇവിടെയുള്ള സാധനം വെച്ച് പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടല്ലോ അത് ഉപയോഗിച്ച് പഠിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അവനെ പിന്തിരിപ്പിച്ചു. അതിനകത്ത് അന്ന് രാത്രി എൻ്റെ മിസ്സസിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. അവനൊരു എൻജിനീയറാണ്. കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിടെക് പാസ്സായി ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. വിളിച്ച് പിള്ളേരുടെ കാര്യമൊക്കെ ടോണിയും ജോസും ഒക്കെ എന്ത് പറയുന്ന ആൻറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇവൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ മൾട്ടിമീഡിയയ്ക്ക് വേണ്ടിയുള്ള ഇവൻ്റെ റിക്വസ്റ്റും എൻ്റെ റിജക്ഷനും ഒക്കെ ആൻറ്റി അങ്ങോട്ട് പറഞ്ഞപ്പം സാരമില്ല ആൻറ്റി, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം മറ്റൊരു ജ്യേഷ്ഠത്തിയുടെ മകൻ ദുബായിൽ നിന്ന് വരുന്നു. അവൻ്റെ കയ്യിൽ ഈ സാധനം ഇവൻ കൊടുത്തു വിടുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. 15,000 രൂപയാണെങ്കിൽ 500 രൂപ ഞാൻ വ്യയം ചെയ്തപ്പോൾ കർത്താവ് 30 ഇരട്ടി തന്നു. അതെനിക്ക് വലിയൊരു ഇൻസൈറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ ആര് ചോദിച്ചാലും ഉള്ളത് കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും തോറും എനിക്ക് ആനുകൂല്യങ്ങൾ ഏറി വന്നു. അതെൻ്റെ ഒരു സ്വഭാവമായി. കാരണം കിട്ടണമെങ്കിൽ കൊടുക്കണമെന്നൊരു പാഠം ഞാൻ പഠിച്ചു. അത് എൻ്റെ മിസ്സസും എൻ്റെ മക്കളും ഒക്കെ ഇപ്പോഴും അത് തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാലാകാവുന്ന സഹായങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതൊരു
കാരണം കൊടുത്താൽ കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു സംഭവം കൂടി അതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു എൻ്റെ ഒരു ജീവിതത്തിലൊരു അനുഭവമാണ്. അപ്പോൾ മക്കളെ കൊണ്ട് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളുടെ ഒരു പോർഷനിൽ നിന്നെടുത്ത് മാറ്റി വേറൊരു കുഞ്ഞിന് കൊടുത്തപ്പം എൻ്റെ മൂത്ത മകന് അവൻ്റെ 5ാമത്തെ സെമിസ്റ്റർ ആയപ്പം ഓഫ് ക്യാമ്പസ് സെലക്ഷൻ വരുന്നു TCSൻ്റെ. ക്യാമ്പസ് പോലുമല്ല, ക്യാമ്പസ് ആണെങ്കിൽ 6ഓ 7ഓ സെമിസ്റ്റർ ആകണം. 5ാമത്തെ സെമിസ്റ്ററിൽ ഒരു ഓഫ് ക്യാമ്പസിൽ ഇവനെ സെലക്ട് ചെയ്യുന്നു. ഇവന് ജോലി അഷ്വേർഡാകുന്നു. 2ാമത്തെ മോനും ഇതുപോലെ തന്നെയാണ്. അവന് നല്ല റാങ്ക് കിട്ടി. അവന് 2000-ന് താഴെ റാങ്ക് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ കിട്ടി. സർക്കാർ ഫീസിൽ പഠിച്ചു. ആദ്യത്തെ ഒരു സെമിസ്റ്റർ മാത്രമേ ഞാൻ ഫീസ് കൊടുത്തുള്ളൂ. ബാക്കി മുഴുവൻ അവൻ്റെ മമ്മിയുടെ ഓഫീസിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. സ്കോളർഷിപ്പിൽ പഠിച്ചു. അവനും ക്യാമ്പസ് സെലക്ഷനിലൂടെ ഇൻഫോസിസിൽ ജോലി കിട്ടി. എൻ്റെ മൂത്ത മകൻ്റെ MCAയുടെ അഡ്മിഷനും ഇതുപോലെ ഭയങ്കരമായിട്ട് ഇടപെട്ട ഒരു സംഗതിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവനെ IIT-യിലൊക്കെ ഒത്തിരി ടെസ്റ്റൊക്കെ എഴുതി പലതും അവന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ബിറ്റ്സിൻ്റെ കിട്ടുമെന്ന് വളരെ ഖരഗ്പൂറിൻ്റെ ബിറ്റ്സിൻ്റെ കിട്ടുമെന്ന് നല്ല ഉറപ്പായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. അവന് അപ്പാടെ നിരാശനായിപ്പോയി. ശാലോം പ്രെയർ ഗ്രൂപ്പ് അന്ന് ഒരു കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടത്തി. അവർ കൺവെൻഷൻ നടത്തിയപ്പം എൻ്റെ മിസ്സസ് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഫുൾ ടൈം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. ആരാധനയെന്ന് നയിക്കുന്നത് ബെന്നി പുന്നത്രയാണ്. ഇത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കാൻ ബെന്നി പറയുന്നു, വിദ്യാഭ്യാസം വഴിമുട്ടി നിൽക്കുന്ന ടോണിയെ ദൈവം അനുഗ്രഹിക്കുന്നു. ഡൽഹി ബ്യൂട്ടി എന്ന് പറഞ്ഞ പോലെ നിനക്ക് അഡ്മിഷൻ കിട്ടിയടാ, നല്ല സ്ഥലത്ത് അഡ്മിഷൻ. അതെവിടെയാണ് അമ്മി? അതൊക്കെ നമുക്കറിയാം, വഴി അറിയാം. അവൻ വിശ്വസിച്ചില്ല. ഒരു പരിധി വരെ ഞാനും വിശ്വസിച്ചില്ല. അടുത്ത ഞായറാഴ്ച ഞാൻ ദിവ്യയിലേക്ക് പാളയം കത്തീഡ്രലിലാണ് പോയത്. അവിടെ ചെന്നിറങ്ങി കുർബാനയും കഴിഞ്ഞിറങ്ങി ഞാനിങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അന്ന് മാരുതി കാർ വളരെ ഫാഷനബിളായിട്ടുള്ള ഭയങ്കര ലക്ഷൂറിയസ് ആണെന്ന് ഒരു മാരുതി കാർ 800 ഓൺ ചെയ്യുന്നത്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് മാരുതി കാറും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കയറുന്നോ, ഞാൻ അങ്ങോട്ട് വിട്ടേക്കാമെന്ന് പറയും. ഇല്ല, എനിക്ക് നമ്മുടെ കാട്ടികളിലെ അച്ഛനെ എനിക്കൊന്ന് കാണണം, ഞാൻ അങ്ങോട്ട് പോവുക, അതുകൊണ്ട് പൊക്കോന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ തിരിഞ്ഞു നിന്ന് പാളയംപള്ളിയുടെ മേളിലുള്ള കർത്താവിനെ നോക്കിക്കൊണ്ട് ഞാനൊന്ന് പെറുപെറുത്തു. കണ്ടോ, എൻ്റെ കൂടെ പഠിച്ചവനാ, അവൻ പോകുമ്പോൾ ഞാൻ മാക്കം നടക്കും. അപ്പോൾ ഈശോൻ്റെ മനസ്സിൽ പറഞ്ഞു, നിനക്ക് അത്രേ ഉള്ളോ എന്നൊരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ വരും. ഞാൻ അപ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ തൊട്ടടുത്ത് കഴിക്കുന്ന അയൽവാസി കുര്യൻ. ഇപ്പോൾ കുര്യന് എൻ്റെ മക്കളുടെ കാര്യത്തിൽ വലിയ താല്പര്യമാണ്. അവന് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് MCAക്ക് 13ാമത്തെ റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അപ്പോഴാണ് എന്നെ അനൗൺസ് ചെയ്ത കാര്യം ദൈവം പറയുന്നതാണെന്നുള്ള ഉറപ്പ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ ഭാര്യയാണ്. നല്ലൊരു വീട്ടമ്മയായിരുന്നു, നല്ലൊരു ഭാര്യയായിരുന്നു, നല്ലൊരു കുഞ്ഞുങ്ങളുടെ നല്ലൊരു അമ്മയായിരുന്നു. ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് വിഷമതകളുണ്ടെങ്കിലും ആരോടും പറയത്തില്ല, കർത്താവിനോട് പറയും. രാത്രി കാലങ്ങളിലൊക്കെ ബെഡിൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അസുഖത്തിൻ്റെ അവസരത്തിലും ജീവിതത്തിൻ്റെ വിഷമസന്ധികളിലുമൊക്കെ പ്രാർത്ഥനയായിരുന്നു പുള്ളിക്കാരത്തിയുടെ. ബൈബിൾ വായനയും വചന വായനയും പ്രാർത്ഥനയുമായിരുന്നു ഒരു പ്രധാന വിഷയം. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും നിരന്തരം ഒരുപാട് ബൈബിൾ വായിക്കുകയും ധാരാളം വചനങ്ങൾ പ്രാർത്ഥനയുടെ ഇടയിലും സംസാരിക്കുമ്പോഴൊക്കെ ഉരുവിടാനുള്ള വലിയ കഴിവ് ദൈവം ഡൽഹിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെയും ഉറപ്പും ഭദ്രതയും ഒക്കെ. അതിൻ്റെ അടിത്തറയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല പുള്ളിക്കാരത്തി വലിയൊരു ആധ്യാത്മിക രംഗത്ത് മികവുറ്റ പ്രവർത്തനത്തിനൊന്നും പോകാറില്ല. പക്ഷേ എവിടെയെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിശബ്ദമായിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കും. ഈ അടുത്ത കാലത്ത് എഴമുട്ടം ധ്യാന കേന്ദ്രത്തിലെ പുള്ളിക്കാരത്തെ ധ്യാനം കൂടിയപ്പോൾ കർത്താവ് വലിയൊരു വരം കൊടുത്തു. വരദാനങ്ങൾ ഉപയോഗിച്ച് കൗൺസിലിംഗ് നടത്താനുള്ള വരം കൊടുത്തു. ഞങ്ങളുടെ പരുത്തിപ്പാറയിലുള്ള ഹോളി ക്രോസ് ദേവാലയത്തിൽ ആത്മരക്ഷാധ്യാനം എല്ലാ മാസവും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ
ആളിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ പുള്ളിക്കാരത്തി ഇടയ്ക്ക് സഹായിക്കാൻ പോകും. ഇല്ലെങ്കിൽ ഈ ധ്യാന ദിവസങ്ങളിലും എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ധ്യാനം എന്നൊരു മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ വന്നാലും കൂടുതൽ സമയം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളിൽ യാതൊരു പുറകോട്ട് പോക്കുമില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയാട്ടിയാലും. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും ഒരു വളർച്ചയ്ക്ക് നിദാനം ഡെൽഫിയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ ഡെൽഫി BSNL ഒരു ജീവനക്കാരിയായിരുന്നു. അവിടെ പുള്ളിക്കാരത്തി ആദ്യമൊക്കെ ഒരു ചെറിയ പരിഹാസ വിഷയമായിരുന്നു. കാരണം ഉച്ച സമയത്ത് ലൂർദ് പള്ളിയിൽ BSNL ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ലൂർദ് പള്ളി തിരുവനന്തപുരത്ത്. അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഒരു ഭക്തയായ വനിത എന്നുള്ളൊരു പരിഹാസമൊക്കെ പുള്ളിക്കാരത്തി കേട്ടിട്ടുണ്ട്. പക്ഷെ പരിഹസിച്ചവരൊക്കെ അവസാനം പുള്ളിക്കാരത്തിയുടെ കൂട്ടായ്മയിലെ ബലമുള്ള കണ്ണികളായി മാറി. റിട്ടയർമെൻറ്റ് വരെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷവും ഇപ്പോഴും ആ കൂട്ടായ്മ നടക്കുന്നുണ്ട്. സാറിൻ്റെ 35 വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതം, അതിനുശേഷം സഭാത്മകവും പ്രാർത്ഥനാത്മകവുമായ സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇതിനെല്ലാം ശേഷം സാർ ജീവിതത്തെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ജീവിത ദർശനമാണ് സാറ് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞൊരു വചനമുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ല. പലപ്പോഴും ഞാൻ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുള്ള ഒരു വചനമാണ്. കാരണം നമ്മളുടെ കഴിവിൽ നമുക്കൊന്നും പറ്റുകയില്ല എന്ന് എനിക്ക് പല അവസരങ്ങളിലും മനസ്സിലായിട്ടുണ്ട്. പറ്റാത്ത പല കാര്യങ്ങളും ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് സാധ്യമായി തീരുകയും ചെയ്തു. അപ്പം അതൊരു വലിയ അനുഭവമാണ്. ഈശോയോട് ചേർന്ന് പ്രവർത്തിക്കുക, ഈശോയോട് തോളുരുമി എന്ന് പ്രവർത്തിക്കുക, ഈശോയുടെ കൈയായിട്ട് പ്രവർത്തിക്കുക, ഈശോയുടെ നാവായിട്ട് സംസാരിക്കുക, ഈശോയുടെ കണ്ണായിട്ട് കാണുക, ഈശോയുടെ ഹൃദയമായിട്ട് മാറുക. അങ്ങനെ ചെയ്യുന്ന ഒരു കൾച്ചറ് നമ്മൾ ഇംബൈബ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് നന്മകൾ ചെയ്യും. നമ്മുടെ ജീവിതം സ്വാർത്ഥമാകും, സഫലമാകും, സന്തോഷഭരിതമാകും. സാറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫും സാർ വളരെ ആക്റ്റീവായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയ രംഗത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ സാർ ഇപ്പോഴും ഒരു IT കമ്പനിയുടെ ഡയറക്ടറാണ്. മുഴുവൻ സമയം വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സാറ് കാണിച്ച സന്മനസ്സിന് ഏറ്റവും സ്നേഹത്തോടെ എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും വേണ്ടി